السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിന്റെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരുന്നത്. സൂറത്തുൽ ബഖറയിലെ 39 ആയത്തുകളാണ് ഇതിനകം വിശദീകരിക്കപ്പെട്ടത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച ആയത്തുകളിലൂടെയാണ് നാം കടന്നുപോയത്. ഈ ആയത്തുകളിൽ അല്ലാഹു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ഇബ്ലീസ് ഒഴികെ മറ്റുള്ളവർ സുജൂദ് ചെയ്യുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇത് സംബന്ധമായി മഹാനായ മുഹമ്മദ് അമാനി മൗലവി എഴുതിയ വിശദീകരണവും നാം കേൾക്കുകയുണ്ടായി. എന്നാൽ ഈ ആയത്തുകളിൽ അടങ്ങിയ ഇത്തരം ആശയങ്ങളെ നിഷേധിക്കുന്ന പ്രവണത വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അതുപോലെ തന്നെ ഇബ്ലീസിന്റെയും അതുമായി ബന്ധപ്പെട്ട ഈ കഥകൾ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതല്ല എന്ന് നിഷേധിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അത് സ്വഹാബത്തും സലഫുകളും മനസ്സിലാക്കി വന്ന ആ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് മഹാനായ അമാനി മൗലവി തന്നെ ഈ സംഭവത്തിന് ഒരു വ്യാഖ്യാനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വ്യാഖ്യാനക്കുറിപ്പ് ഒന്ന് വായിക്കുന്നത് ഏറെ ഗുണകരമാകും എന്ന് ഈ സന്ദർഭത്തിൽ കരുതുകയാണ്. അതായത് മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിന്റെ 1ാമത്തെ വ്യാഖ്യാനക്കുറിപ്പായി അദ്ദേഹം രേഖപ്പെടുത്തിയത് ഈ സംഭവത്തെയാണ്. അതിന് അദ്ദേഹം തലക്കെട്ട് നൽകിയത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അല്ലെങ്കിൽ ആദം നബിയുടെയും ഇബ്ലീസിന്റെയും കഥ ഒരു ഉദാഹരണം മാത്രമാണോ എന്ന തലക്കെട്ടോടുകൂടിയാണ് അദ്ദേഹം അത് നൽകിയിട്ടുള്ളത്. കാരണം ഇത്തരം സംഭവങ്ങൾ അത് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതല്ല, മറിച്ച് അത് ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നന്മയെയും തിന്മയെയും ഉദാഹരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു കഥാരൂപത്തിൽ അല്ലാഹു അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്, നേരത്തെയുമുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അമാനി മൗലവി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ വളരെയേറെ സജീവമായിരുന്ന കാലഘട്ടത്തിൽ അന്ന് പുറത്തിറങ്ങിയ മലയാളത്തിൽ വിരചിതമായ വിശുദ്ധ ഖുർആനിന്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം കാണുകയും അതിന് അദ്ദേഹം കൃത്യമായ മറുപടി തയ്യാറാക്കുകയും ചെയ്തു. ആ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ വ്യാഖ്യാനക്കുറിപ്പായി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ
അതിന് അനുബന്ധമായി ചേർത്തിട്ടുള്ളത് എന്ന് നാം കാണേണ്ടതുണ്ട്. ഏതായിരുന്നാലും നമുക്ക് ആ വ്യാഖ്യാനക്കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കാം. ആദം നബിയുടെയും ഇബ്ലീസിന്റെയും കഥ ഖുർആനിൽ പല പ്രാവശ്യം വ്യക്തമായ ഭാഷയിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഹൃദയത്തിൽ ചില പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഖുർആൻ എത്ര തന്നെ സ്പഷ്ടമാക്കി പറഞ്ഞ വിഷയവും തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് വ്യാഖ്യാനിക്കുവാൻ മനസ്സ് വരികയില്ലല്ലോ. സാധാരണക്കെതിരായോ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായോ ഉള്ള വസ്തുക്കളെയും വസ്തുതകളെയും ഖുർആനിലോ ഹദീസിലോ പ്രസ്താവിച്ചതുകൊണ്ട് മാത്രം തങ്ങളുടെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും അനുമതി കിട്ടാതെ സമ്മതിച്ചു കൊടുക്കുവാൻ ഇവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇവർ പലപ്പോഴും വിഷമിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഈ കഥയും. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയല്ലെന്നും മനുഷ്യ ജീവിതത്തെ ഉദാഹരിക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണെന്നും അത്രേ ഇവർ സമർത്ഥിക്കുന്നത്. ഇതിനായി പരസ്പര വിരുദ്ധവും ബാലിശവുമായ ചില ദുർവ്യാഖ്യാനങ്ങൾ ഇവർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വ്യാഖ്യാനക്കുറിപ്പിലെ ഒന്നാമത്തെ ഖണ്ഡികയാണ് ഞാനിവിടെ വായിച്ചത്. വളരെ സ്പഷ്ടമായ നിലക്ക് അദ്ദേഹം കാര്യം പറയുകയാണ്. അതായത് ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് അത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നത് ചിലർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയമാകുന്നു. കാരണം തങ്ങൾ വിശ്വസിക്കുന്ന ശാസ്ത്രമാവട്ടെ യുക്തിയാവട്ടെ അതിന്റെ രണ്ടിന്റെയും അനുമതി കിട്ടാതെ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാത്ത കാര്യങ്ങളോട് യോജിക്കുവാൻ ഇവർക്ക് പ്രയാസം. അത് അത് തങ്ങളുടെ ബുദ്ധിയോട് ഘടിപ്പിച്ചുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ ചിന്തയും എന്നിട്ട് അത് ഒരു അനുമാനം ഇവർ സങ്കല്പിച്ചുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇവരിൽ വളരെ പുരോഗമനേച്ഛുക്കളാണെന്ന് ഗണിക്കപ്പെടുന്ന ചിലർ ഇവിടെ പ്രസ്താവിക്കുന്നതിന്റെ ചുരുക്കം ഇതാണ്: മനുഷ്യൻ വളരെ ഉത്കൃഷ്ടനും ഉന്നതനുമാണ്, നന്മക്ക് മാത്രമുള്ള വാസനയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. വേണമെങ്കിൽ അവന് ഈ ലോകത്തെ സ്വർഗമാക്കാം, നരകമാക്കാം, നരകശിക്ഷയുടെ എല്ലാ വശങ്ങളും ഇവിടെ അനുഭവിക്കാം, ഈ പ്രപഞ്ചത്തെ അടക്കി വരിക്കുവാനും ശ്രമിക്കാം. എല്ലാ വസ്തുക്കളും അവന് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്, എല്ലാം അവന് തലകുനിക്കണം. പക്ഷേ അവന് മറ്റൊരു സ്വഭാവമുണ്ട്. അവൻ പുരോഗമനേച്ഛുവാക കൊണ്ട് ആരെങ്കിലും വല്ലതും ചൂണ്ടിക്കാട്ടിക്കൊടുത്താൽ വേഗം അതിന് വശംവദനാകും. ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയില്ല, ഒടുക്കം ഖേദിക്കും. ഈ സ്വഭാവമാണ് ഈ കഥയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പലതും തോന്നും. ചിലപ്പോൾ പഥ്യമല്ലാത്തത് അല്പമൊന്ന് കഴിക്കും. അപ്പോഴേക്കും മട്ടുമാറി തലചുറ്റും, ഛർദിക്കും, പിച്ചും പേയും പറയും, വസ്ത്രമഴിയും, നഗ്നത വെളിപ്പെടും. എല്ലാം കഴിഞ്ഞ ബോധം വരുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തും. തുണി അഴിഞ്ഞുപോയവൻ കുറേക്കും. ഇങ്ങനെ പല വിധത്തിലും തന്റെ പോരായ്മ മൂടിവെക്കുവാൻ പല ഉപായവും ഉപയോഗിക്കും. ഫലമെന്ത് എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തെ ഉദാഹരിച്ചതാണ് ആദമിന്റെയും ഇബ്ലീസിന്റെയും കഥ എന്നാണ്. ഇതാണ് ഇവരുടെ വർണ്ണനയുടെ സ്വഭാവം. ഇപ്പറഞ്ഞതിൽ ഈ കഥ വെറും ഒരു പണ്ഡിതമസ്താവില്ലെങ്കിലും ഇത് കേവലം ഒരു യഥോവം ാണ് ഈ വർണ്ണന എന്ന് പറയേണ്ടതില്ല. താഴ്വണ ഇവരുടെ ന്യായങ്ങളിൽ നിന്ന് ഈ വസ്തു സ്പഷ്ടിക്കാണതാകും എന്ന് പറഞ്ഞ ഉത്തരമാണ് നന്മാറുള്ള വനയോട് സൃഷ്ടിക്കവനാകുന്നു എന്നൊക്കെയാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് തിന്മയോടാകുന്നു എന്ന് പോലും ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ എന്ന സൂറത്ത് യൂസുഫിലെ ആയത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് അതെപ്പോഴും തിന്മയോടാണ് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ നന്മക്ക് മാത്രമുള്ള വാസനയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടു എന്നത് ശരിയല്ല. അദ്ദേഹം തന്നെ അതിന്റെ ഒരു അടിക്കുറിപ്പായി നൽകിയിട്ടുണ്ട്. അമാനുമോലി തന്നെ നന്മക്ക് മാത്രമുള്ള വാസനയാണ് മനുഷ്യനെന്നുള്ള വാദം തുടങ്ങി ചിലതെല്ലാം ഇതിൽ വിമർശനാർഹമാണ്. സന്ദർഭം മറ്റൊന്നായതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടെ പ്രത്യേകം ഇവിടെ സ്പർശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെ മനുഷ്യന്റെ ഒരു സ്വഭാവം, അതായത് മനുഷ്യന് വല്ല
പിന്നെ ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ പലതും തോന്നും, അങ്ങനെ ചിലതൊക്കെ കഴിക്കും, അപ്പോൾ മട്ടുമാറി തലചുറ്റും ഛർദിക്കും, പിച്ചും പേയും പറയും, വസ്ത്രമഴി അഴിയും, നഗ്നത വെളിപ്പെടും. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പിന്നീട് ബോധം വരുന്ന സമയത്ത് ലജ്ജ തലതാഴ്ത്തും. അപ്പോൾ തുണി അഴിഞ്ഞു പോയവൻ കുറെ ഇല പറിച്ച് പൊത്തിപ്പിടിക്കും എന്നൊക്കെ പറയുന്നത് ഇവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായത് ഇങ്ങനെയാണ്. അല്പം ഒരു സ്വബോധം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരുപാട് പ്രവൃത്തികളൊക്കെ ചെയ്തു. അതിനുശേഷം ബോധം വന്നപ്പോൾ വീണ്ടും സംഭവിച്ചത് തെറ്റായി പോയല്ലോ, അതുകൊണ്ട് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ തുണി അഴിഞ്ഞു പോയതെല്ലാം ഒന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇലകൾ കൊണ്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയാണ്. അല്ലാതെ ഇബ്ലീസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല. ഇബ്ലീസ് എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ഒരു സാങ്കല്പികമായ സംഭവങ്ങളാകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ എന്ന്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ് അവരുടെ ന്യായവാദങ്ങൾ എന്തൊക്കെയാകുന്നു എന്നാണ് പിന്നീട് വിശദീകരിക്കുന്നത്. അദ്ദേഹം തുറന്നുകൊണ്ട് പറയുന്നു, ഈ സംഭവം ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. സൂറത്ത് അറാഫിലെ 11 മുതൽ 27 കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്ത് അറാഫിലെ ഏതാനും ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കി. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ്, സംശയമില്ല. ഇവർ ചൂണ്ടിക്കാട്ടിയ മേലുദ്ധരിച്ച കഥാപാഠങ്ങളുടെ ചില വശങ്ങൾ സ്വീകാര്യങ്ങളാണെങ്കിലും അതിലെ മറ്റു ചില വശങ്ങൾ ഇസ്ലാമിന്റെയും ഖുർആന്റെയും അധ്യാപനങ്ങൾക്ക് നിരക്കാത്തവയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഭൗതിക ലക്ഷ്യം വെച്ചുകൊണ്ടും മനുഷ്യന് ഇല്ലാത്ത കഴിവുകൾ സ്ഥാപിച്ചുകൊണ്ടുമുള്ള ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ഭാഗം സാമാന്യേന കഥാപാഠങ്ങളും ആയി നമുക്കും സ്വീകരിക്കാം. വേണ്ട, ഈ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന പാഠങ്ങളെ അള്ളാഹു തന്നെ ഖുർആനിൽ പലയിടത്തായി ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. ഈ കഥ വിസ്തരിച്ച് പറഞ്ഞ ശേഷം സൂറത്ത് അറാഫിൽ ഇങ്ങനെ പറയുന്നു, യാ ബനി ആദം ലാ യഫ്തിനന്നകും അശ്ശൈത്വാനു അറാഫിലെ 7 അള്ളാഹു ചൂണ്ടിക്കാണു, അത് അവന്റെ പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളെ അവൻ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഖുർആൻ പറയുന്നത് ചില ഉദാഹരണങ്ങളിലൂടെ നിങ്ങളെ അവൻ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഇങ്ങനെയുള്ള സംഭവത്തിൽ ഈ കഥ ചുരുക്കി പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്നു, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദുവ്വ്. സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ ആയത്ത്. എന്നിരിക്കെ എന്നെ വിട്ട് അവനെയും ഇബ്ലീസിനെയും അവന്റെ സന്തതികളെയും നിങ്ങൾ കാര്യകർത്താക്കളാക്കുന്നുവോ, അവരാകട്ടെ നിങ്ങൾക്ക് ശത്രുക്കളാകുന്നു. ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ വേറെയും കാണാം. ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ടുന്ന പ്രധാന പാഠങ്ങൾ ആ ഖുർആൻ വചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നാൽ മേൽ പറഞ്ഞ പാഠങ്ങൾക്ക് വേണ്ടി ആദമിന്റെ ഭാര്യ ഹവ്വ, ഇബ്ലീസ് അഥവാ പിശാച്, സുജൂദ്, സ്വർഗം, വൃക്ഷം, നഗ്നത വെളിപ്പെടൽ, ഇലയെടുത്ത് നഗ്നത മറക്കൽ ആദിയായി ആയത്തുകളിൽ സ്പഷ്ടമായ ഭാഷയിൽ ഉപമാലങ്കാരത്തോടെ പ്രതീതിയൊന്നും കലരാത്ത ഭാഷയിൽ പ്രസ്താവിച്ചിട്ടുള്ളതെല്ലാം സങ്കല്പവും ഉപമാലങ്കാര പ്രയോഗങ്ങളുമാണെന്ന് സമ്മതിക്കുവാൻ അള്ളാഹുവിലും ഖുർആനിലും യഥാർത്ഥമായി വിശ്വസിക്കുന്ന ആർക്കും തന്നെ ധൈര്യം വരികയില്ല. അത് വാസ്തവത്തിൽ ഖുർആനിനെ ഒരു കഥയോ നോവലോ ആക്കുന്ന പാടായിരിക്കും. തികച്ചും സ്പഷ്ടമായ ഭാഷയിൽ ആവർത്തിച്ചു വിവരിക്കുകയും യഥാർത്ഥ സംഭവം എന്ന തെറ്റുപര്യങ്ങളും അതോട് ബന്ധപ്പെടുത്തി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കെ പിന്നെയും അതൊരു ഉപമ മാത്രമാണെന്ന് വെച്ച് വ്യാഖ്യാനം നൽകുന്നത് തീർച്ചയായും ഖുർആനുള്ള ഒരു വമ്പിച്ച ഒരു കയ്യേറ്റം അത്രേ. യഹരിഫുനൽ കലിമ അൻ മവാദിഇഹി, ഈ വേദഗ്രന്ഥത്തിലെ വാക്കുകളെ അവർ സ്ഥാനമാറ്റം ചെയ്യുന്നു എന്ന് വേദക്കാരെ പറ്റി അല്ലാഹു താബിത്തത്തിൽ അതുപോലെ ഇബ്ലീസ്, വൃക്ഷം, നഗ്നത വെളിപ്പെടൽ, ഇലയെടുത്ത് നഗ്നത മറക്കൽ എന്നൊക്കെ ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപമാലങ്കാരങ്ങൾ മാത്രമാകുന്നു എന്നാണ് ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറിച്ച് എന്നാൽ ഖുർആനാവട്ടെ അത് യാതൊരു ഉപമാലങ്കാരങ്ങളുടെയും പ്രതീതിയും കലരാത്ത ഭാഷയിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഉപമ പറയുമ്പോൾ ഖുർആനിനൊരു സ്വഭാവമുണ്ട്. അവിടെ ഉപമയായി തന്നെയാണ് പറയാറുള്ളത്. മസൽ, നമ്മൾ ഇതിനു മുമ്പ് അവിശ്വാസികളുടെ അവസ്ഥയും കപടവിശ്വാസികളുടെ അവസ്ഥയും എല്ലാം
ഖുർആനിൽ ഉദാഹരിച്ചത് സൂറത്തുൽ ബഖറയിൽ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. ഇടിയോടുകൂടി അതുപോലെ തന്നെ മിന്നലോടുകൂടി ഒരു പിന്നെ ആ ഇടിമിന്നൽ ഉണ്ടാകുന്ന നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇതെല്ലാം ഉപമകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമകളായിക്കൊണ്ട് തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ ഉപമകളല്ലാത്ത നിലക്ക് സംഭവങ്ങളായി അള്ളാഹു പറയുന്ന കാര്യങ്ങളെ സംഭവങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അമാനി മൗലവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ അല്ലാത്ത പക്ഷം വേദഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള മുൻകാലക്കാരായ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ സംബന്ധിച്ച് യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി എന്ന് വേദക്കാരെ പറ്റി അള്ളാഹു പ്രസ്താവിച്ചതിൽ ഉൾപ്പെടും എന്ന് ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വേദഗ്രന്ഥത്തിലെ വാക്കുകളെ അവർ സ്ഥാനമാറ്റം ചെയ്യുന്നു. ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് വെക്കുകയോ അതല്ലെങ്കിൽ ഒരു വാക്കിന് ഇല്ലാത്ത സാങ്കല്പികമായ അർത്ഥങ്ങളോ വ്യാഖ്യാനങ്ങളോ നൽകുകയോ ചെയ്യുക എന്നത് ഏറ്റവും വലിയ തെറ്റാകുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു, തൗറാത്തിൽ അഥവാ ബ്രാക്കറ്റിൽ ബൈബിളിൽ ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ കൽപ്പിച്ച വിവരം കാണുന്നില്ല. പക്ഷേ വൃക്ഷത്തിൽ നിന്ന് ഭുജിച്ച സംഭവവും മറ്റും കാണാം. ഖുർആനോട് യോജിച്ച ഏത് ഭാഗവും പൂർവ്വഗ്രന്ഥങ്ങളിൽ കണ്ടാലത് തിരസ്കരിക്കുവാൻ പാടില്ല. ഖുർആനോട് എതിരായ ഭാഗം ഏതും സ്വീകരിക്കുവാനും പാടില്ല. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്തതാണ്. അപ്പോ മുൻ വേദഗ്രന്ഥങ്ങളായി വന്നിട്ടുള്ള ഇപ്പോ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇന്ന് ഒരു വേദഗ്രന്ഥവും നിലനിൽക്കുന്നില്ല. തൗറാത്താവട്ടെ, ഇഞ്ചീലാവട്ടെ, പഴയ നിയമമാവട്ടെ, പുതിയ നിയമമാവട്ടെ, അത് ബൈബിൾ എന്ന രൂപത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നതിൽ അതിനോട് യോജിക്കുന്ന പലതും അതിലുണ്ടാവാം. ഖുർആനിനോട് യോജിക്കുന്നത് വല്ലതും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ഖുർആനിന് വിരുദ്ധമായ രൂപത്തിൽ വല്ല കാര്യങ്ങളും അതിൽ ഉണ്ടെങ്കിൽ അത് മനുഷ്യന്മാർ കടത്തിക്കൂട്ടിയതാണ്. ഖുർആനിന് എതിരായി വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ തൗറാത്തിൽ അഥവാ ബൈബിളിലോ അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലോ ഉണ്ടെങ്കിൽ, പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഉണ്ടെങ്കിൽ, ഖുർആനിന് വിരുദ്ധമായി വല്ലതും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്വീകരിക്കുവാൻ നിർവാഹമില്ല. ഒരു കാരണവശാലും അത് സ്വീകരിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോ എന്നിട്ട് അദ്ദേഹം തുറന്നു പറയുകയാണ്, എന്നാൽ ഈ കഥാവിവരണത്തിൽ തൗറാത്തിന്റെ വാചകങ്ങൾ ചിലത് ഖുർആൻ വാക്യങ്ങളോട് തികച്ചും യോജിക്കുന്നതും ചിലത് യോജിക്കാത്തതുമാകുന്നു. എന്നിരിക്കെ ഈ വിഷയകമായി തൗറാത്തിലുള്ളത് അപ്പടി കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും അതിൽ നിന്നാണ് ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് മുസ്ലിങ്ങൾ കരുതിപ്പോരുവാൻ ഇടവന്നതുമെന്ന് ധനിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഖുർആനിൽ വന്ന ഈ പരാമർശങ്ങളെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ, ശ്രദ്ധിക്കുക, അതിനെ നിഷേധിക്കുന്ന ആളുകൾ ഇത് തെളിവായി എടുക്കുന്നത് എന്താകുന്നു? മുസ്ലിങ്ങൾക്ക് ഈ സങ്കല്പ വിശ്വാസമുണ്ടായത് അത് തൗറാത്തിന്റെ ഭാഗമായി അവർ പരമ്പരാഗതമായി സ്വീകരിച്ചു തന്ന വിശ്വാസമാകുന്നു. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയുള്ള അബദ്ധം സംഭവിച്ചത് എന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നു, ഇത് ഒട്ടും ശരിയല്ല. ഖുർആനിലും തൗറാത്തിലും ഒരേ വിധത്തിൽ വ്യക്തമായി പറഞ്ഞതിനെ അതിന്റെ സാക്ഷാൽ രൂപത്തിൽ ഇവർക്ക് സ്വീകരിക്കുവാൻ കഴിയാത്ത അതേ സമയത്ത് തങ്ങളുടെ വാദത്തിന് അല്പം ഗുണമായി കാണുന്ന ചില ഭാഗങ്ങൾ അതേ തൗറാത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവർ എടുത്തുദ്ധരിക്കുകയും തെളിവായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇത് നിഷേധിക്കാൻ വേണ്ടിയുള്ള തെളിവും അവർ കൊണ്ടുവരുന്നത് തൗറാത്തിൽ നിന്നുമൊക്കെ തന്നെയാണ്, ബൈബിളിൽ നിന്നുമൊക്കെയുള്ള ഉദ്ധരണികളാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഇത് സാങ്കല്പികമാണ്, ഇതൊരു കഥയാണ് എന്ന് പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി തെളിവായി ഇവർ കൊണ്ടുവരുന്നതും തൗറാത്തിൽ നിന്നുള്ള പുതിയ നിയമങ്ങളിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അദ്ദേഹം തുടർന്ന് പറയുകയാണ്, സ്വർഗത്തിൽ വെച്ച് ആദം നബിയോട് വിരോധിക്കപ്പെട്ട വൃക്ഷം ഏതായിരുന്നുവെന്ന് പരിശോധിക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പോ ആ വൃക്ഷം ഏതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ശരിയാ. പക്ഷെ ആ വൃക്ഷം ഏതാണ് എന്ന് അന്വേഷിച്ച് എല്ലാ സമയം കളയേണ്ടതുണ്ടോ? ഇല്ല. എങ്കിലും അത് ഏതായിരുന്നു എന്നത് വെച്ച് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കാറുണ്ട് എന്നത് ശരിയാണ്. ആ കൂട്ടത്തിൽ ആ മരത്തെക്കുറിച്ച് പറഞ്ഞതിൽ ആ കൂട്ടത്തിൽ നെല്ല്, ഗോതമ്പ്, മുന്തിരി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇതിനെപ്പറ്റി ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഷജറത്ത് എന്നാകുന്നു.
വൃക്ഷം, മരം എന്നൊക്കെയാണ് ഈ പദത്തിന് അർത്ഥം. ചെറിയ ചെടികൾക്കും ഈ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഈ വസ്തുതയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മേൽ സൂചിപ്പിച്ച അഭിപ്രായക്കാരെപ്പറ്റി ഖുർആൻ ഉപയോഗിച്ച വാക്ക് പോലും ഇവർ ഗൗനിച്ചില്ല എന്നും സസ്യങ്ങൾക്കും വള്ളികൾക്കും ആ വാക്ക് ഷജറത്ത് അറബിയിൽ ഉപയോഗിക്കുകയില്ല എന്നും മറ്റും പറഞ്ഞ് ഇക്കൂട്ടർ പരിഹസിച്ച് കാണാം. അപ്പോൾ തഫ്സീറിൽ വന്നിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങളെ പരിഹസിക്കുന്ന ആൾക്കാർ, ഇപ്പോ നെല്ല്, ഗോതമ്പ്, മുന്തിരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഷജറത്തിന്റെ ഗണത്തിൽ വരികയില്ല, എന്നിട്ട് പോലും ഈ ഖുർആനിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ, അതായത് ശരിയായ മുഫസ്സിറുകൾ, മുൻകാലക്കാർ സ്വീകരിച്ചു പോകുന്ന ശൈലിയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള ആളുകൾ, അത് നെല്ല് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് വലിയ മോശമായിട്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് ഈ ആളുകൾ അതിനെ കാണുന്നു. അതിന് കാരണം പറയുന്നത്, ഷജറത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വള്ളിയിൽ ഉണ്ടാകുന്നതല്ല, അത് നേർക്കുനേരെ ഒരു കാണ്ഡത്തിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ മരങ്ങൾക്കാണ് ഷജറത്ത് എന്ന് പറയുക എന്ന വ്യാഖ്യാനമാണ് ഇവർ പറയുന്നത്. അതേ അവസരത്തിൽ ഇവിടെ ഷജറത്ത് കൊണ്ട് ഉദ്ദേശം തിന്മയാണെന്ന് ഇവർ ജൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇവിടെ വൃക്ഷം എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മരമല്ല, അത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തിന്മയാകുന്നു എന്നാകുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിന്മക്ക് വൃക്ഷമെന്നും തിന്മ ചെയ്തു എന്നതിൽ നിന്ന് വൃക്ഷത്തിൽ നിന്ന് തിന്നു എന്നും പറയാമെങ്കിൽ നെല്ലിനും മുന്തിരിക്കും എന്തുകൊണ്ട് വൃക്ഷമെന്ന് പറഞ്ഞുകൂടാ എന്ന് അമാനി മൗലവി അവരോട് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോ നിങ്ങൾ ആ മുഫസ്സിറുകളെ പരിഹസിക്കുന്ന ആളുകള് മുഫസ്സിറുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി അതൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ തിന്മയാണ് ഷജറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനുള്ള നിങ്ങളുടെ തെളിവെന്ത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിനെന്ത് തെളിവാണുള്ളത്? അപ്പോ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ പുതിയ വ്യാഖ്യാനത്തിന് യാതൊരു തെളിവുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തുറന്നു പറയുകയാണ്, ഷജറത്ത് കൊണ്ട് ഇവിടെ തിന്മയാണ് ഉദ്ദേശമെന്ന് സ്ഥാപിക്കുവാൻ ഇവർ കൊണ്ടുവരുന്ന തെളിവുകളാണ് കൂടുതൽ വിചിത്രം. ഒന്ന്, സൂറത്തുൽ അഅറാഫ് 19 പിശാചിന്റെ അനുസരണക്കേടും ധിക്കാരവും എടുത്തു പറഞ്ഞതിനെ തുറന്നുകൊണ്ടാണ് വലാ തഖ്റബാ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിശാചിന്റെ അനുസരണക്കേടും പിശാചിന്റെ വാശിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ മരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വൃക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുസരണക്കേട് പോലെയുള്ള ആ ഒരു തരത്തിലുള്ള തിന്മയാകുന്നു എന്ന് ഇവർ പറയുന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു തെളിവായി പറയുന്നത് തൗറാത്തിൽ ഉൽപ്പത്തി 2:17 നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്ന് ഈ വൃക്ഷത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മൂന്നാമത്തേത് ഖുർആനിൽ നന്മയെയും തിന്മയെയും ഓരോ വൃക്ഷത്തോട് ഉപമിച്ചത്. ഇവയാണ് പോൽ ഇതിനുള്ള തെളിവുകൾ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോ ഈ ഉദാഹരണങ്ങൾ സത്യത്തിൽ നമ്മൾ അവർ തെളിവായി കൊണ്ടുവന്നിട്ടുള്ളത് പിശാചിന്റെ അനുസരണക്കേടും ധിക്കാരവും എന്ന് പറഞ്ഞതിന് ശേഷം വലാ തഖ്റബാ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞു എന്നുള്ളത്. അതിനെക്കുറിച്ച് അമാനി മൗലവി പറയാണ്, പിശാചിന്റെ സ്വഭാവത്തെ പറ്റി പ്രസ്താവിച്ചതിനെ തുടർന്ന് ഈ വൃക്ഷത്തെ സമീപിക്കരുത്, വലാ തഖ്റബാ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞതുകൊണ്ട് ഷജറത്ത് എന്ന വാക്കിന്റെ ഉദ്ദേശം തിന്മയായി മാറിക്കൊള്ളണമെന്നില്ലല്ലോ. മാത്രമല്ല ത്വാഹ 121 അവർ രണ്ടാളും ആ മരത്തെ സമീപിച്ചു എന്ന് പറയാതെ അതിൽ നിന്ന് തിന്നു എന്നാണ് പറഞ്ഞത്. ആ ഷജറത്ത് വാസ്തവത്തിൽ ഒരു മരം തന്നെയായിരുന്നുവെന്നും അതിൽ ഭക്ഷിക്കുവാൻ പറ്റിയ കായയോ മറ്റോ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. സൂറത്ത് അഅറാഫിൽ അല്ലാഹു പറയുന്നു, വയാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുലാ മിൻ ഹൈതു ശിഅ്തുമാ വലാ തഖ്റബാ ഹാദിഹി ഷജറ ഫതകൂനാ മിനൽ ളാലിമീൻ. സൂറത്ത് അഅറാഫിലെ 19-ാമത്തെ ആയത്ത്. ആദമേ, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ വസിച്ചുകൊള്ളുക, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തു നിന്ന് ഭക്ഷിച്ചുകൊള്ളുക, ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. ആദ്യം ഇഷ്ടമുള്ളയിടത്തു നിന്ന് ഭക്ഷിക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് ഈ വൃക്ഷത്തോട് അടുക്കരുത് എന്ന് കൽപ്പിക്കുന്നത്. അപ്പോൾ വൃക്ഷത്തോട് സമീപിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതിൽ നിന്ന് തിന്നരുതെന്നായിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ കൽപ്പനയെ ലംഘിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അതിനെ സമീപിച്ച്
എന്നോ മറ്റോ പറയാതെ അവർ അതിൽ നിന്ന് തിന്നു എന്ന് തന്നെ അള്ളാഹു പറഞ്ഞതും വൃക്ഷത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം തിന്മയോട് അടുക്കരുത് എന്നായിരുന്നുവെങ്കിൽ അവർ അതിനെ സമീപിച്ചു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അപ്പോൾ അമാനി മൗലവി വളരെ കൃത്യമായി ഉള്ള ഒരു ഖണ്ഡനം അവരുടെ വാദത്തിന് നൽകുകയാണ്. ഒരിക്കലും തന്നെ ആ പറഞ്ഞതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. കാരണം ആ പിശാചിന്റെ ആ സ്വഭാവം ആദ്യം പറഞ്ഞതിന് ശേഷം ഈ മരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഈ മരം എന്ന് പറയുന്നത് തിന്മയാണ് എന്ന് സ്ഥാപിക്കുവാൻ യാതൊരു തെളിവും അവർ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ തെളിയിക്കാൻ യാതൊരു മാർഗവുമില്ല. അത് കേവലം ചില ഊഹങ്ങൾ മാത്രമാണ്. എന്നാൽ രണ്ടാമത്തെ തെളിവായി തൗറാത്തിൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്ന് ഈ വൃക്ഷത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇനി തൗറാത്തിൽ ആ വൃക്ഷത്തിന് നൽകിയ പേരിനെ നോക്കാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്നാണല്ലോ പറഞ്ഞത്, അല്ലാതെ തിന്മയുടെ വൃക്ഷമെന്നോ നന്മയുടെ വൃക്ഷമെന്നോ അല്ല. ഈ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വൃക്ഷത്തിന്റെ അർത്ഥം മാറ്റുകയാണെങ്കിൽ നന്മ തിന്മകൾ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അപ്പോൾ ഷജറത്തിന് തിന്മ എന്ന് പറയാൻ വേണ്ടി തൗറാത്തിൽ പറഞ്ഞ നന്മ തിന്മകളുടെ വൃക്ഷം എന്ന വാക്ക് ഉപയോഗിക്കുന്ന അർത്ഥമില്ല. കാരണം അവിടെ നന്മയും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഷജറത്തിന് നന്മ എന്നും വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ നന്മ തിന്മകൾ എന്ന് അവിടെ പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അത് തെളിവാകുന്നില്ല. അതിൽ നിന്ന് തിന്മയെ മാത്രം ഇവർ തെരഞ്ഞെടുത്തത് ഒരിക്കലും ന്യായമായില്ല. ത്വാഹ 120 കാണാവുന്നത് പോലെ ഇബ്ലീസ് ആ വൃക്ഷത്തെക്കുറിച്ച് ഷജറത്തുൽ ഖുൽദ്, നിത്യവാസത്തിന്റെ വൃക്ഷം എന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഇത് ഖുർആൻ ഉദ്ധരിച്ച സ്ഥിതിക്ക് വൃക്ഷം കൊണ്ട് ഉദ്ദേശം നിത്യവാസമാണെന്ന് ഇവർക്ക് പറയാമായിരുന്നു. ഇതായിരുന്നു അതിനേക്കാൾ ഭേദമാകുന്നത്. മൂന്നാമത്തെ തെളിവ് നന്മ തിന്മകളെ വൃക്ഷത്തോട് ഉപമിച്ചു എന്നുള്ളതാണ്. ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ആയത്തിൽ, അതായത് മസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ, അതുപോലെ മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ എന്നൊക്കെ പറയുന്ന ഖുർആനിൽ പറഞ്ഞ ആ വാക്യങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. മൂന്നാമത്തെ തെളിവ് നന്മ തിന്മ വിട്ടുപോവുകയാണ്. ഇബ്രാഹിമിൽ വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ, ഒരു ചീത്ത വാക്കിന്റെ ഉപമ ഒരു ചീത്ത വൃക്ഷം പോലെയാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പായി വമസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ, നല്ലൊരു വാക്കിന്റെ ഉപമ ഒരു വൃക്ഷം നല്ല വൃക്ഷം പോലെയാകുന്നു എന്നും അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് വചനങ്ങളിലും തന്നെ നന്മ അല്ലെങ്കിൽ തിന്മ ഒരു വൃക്ഷമാണെന്നോ വൃക്ഷം നന്മയോ അല്ലെങ്കിൽ തിന്മയോ ആണെന്നോ അല്ല അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. നല്ലതും ചീത്തയുമായ വാക്കുകളെ ആയത്തിൽ തുടർന്ന് വിവരിക്കുന്ന തരത്തിലുള്ള ചില പ്രത്യേകതരം വൃക്ഷങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നല്ല വൃക്ഷം, ഒരു നല്ല വൃക്ഷത്തെ ഒരു നല്ല വാക്കിനോട് ഉപമിക്കുകയാണ്. അവിടെ ക എന്ന് പറയുന്ന ഉപമിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഹറഫ് പോലും ഉപയോഗിച്ചിട്ടുണ്ട്. മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ. അപ്പൊ അതിന്റെ അർത്ഥം നല്ല വാക്കെന്ന് പറഞ്ഞാൽ നല്ല മരം ആണ് എന്നല്ല അർത്ഥം, നല്ല മരം പോലെയാകുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ടൊരിക്കലും എന്താകുന്നില്ല, അതാകുന്നു എന്നല്ല സ്ഥാപിക്കുന്നത്, അത് പോലെയാകുന്നു എന്നാണ്. അതുപോലെ ചീത്ത വാക്ക് എന്ന് പറയുന്നത് ചീത്ത വൃക്ഷം പോലെയാകുന്നു എന്നാണ്. ചീത്ത വാക്ക് എന്ന് പറഞ്ഞാൽ ചീത്ത വൃക്ഷം ആകുന്നു എന്നല്ല ആ പറഞ്ഞത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ലതും ചീത്തയുമായ വാക്കുകളെ ചില പ്രത്യേകതരം വൃക്ഷങ്ങളോട് ഉപമിച്ചിരിക്കുക മാത്രമാണ്. അത് ഉപമയാണെന്ന് അതിൽ തന്നെ സ്പഷ്ടമായി പറഞ്ഞിട്ടുമുണ്ട്. സൂറത്തുൽ കഹ്ഫ് 45 ഐഹിക ജീവിതത്തിന്റെ ഉപമ വെള്ളം പോലെയാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേറെ പല ഉപമകളും കാണാം. ഇക്കാരണത്താൽ വല്ലവരും ഐഹിക ജീവിതം എന്നാൽ വെള്ളമാണെന്നോ മറിച്ചോ പറയുമോ? ഖുർആൻ 29:41 സൂറത്ത് അൻകബൂത്തിൽ ബഹുദൈവാരാധകരെ കുറിച്ച് എട്ടുകാലിയോട് ഉപമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഹുദൈവാരാധകന്മാർ എട്ടുകാലിയാണെന്ന് മറിച്ചോ ആരും പറയുകയുമില്ലല്ലോ. ആദം നബിയുടെയും ഇബ്ലീസിന്റെയും കഥ വെറും ഉപമാർത്ഥം പറയപ്പെട്ടിട്ടുള്ള ഒരു സാങ്കല്പ കഥയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന ഏറ്റവും ബലപ്പെട്ട തെളിവുകളാണ് മേൽ കണ്ടത്. അവ ബാലിശങ്ങളാണെന്ന് നാം കണ്ടു. കഥ, ഈ സംഭവം ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന നിലക്ക് ഖുർആനിലും ഹദീസിലും മറ്റനേകം കാര്യങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ സംഭവം ഒരു ഉപമ മാത്രമാണെന്ന് കാണിക്കുന്ന വല്ല സൂചനയും കാണപ്പെടാത്ത സ്ഥിതിക്ക് ഉണ്ടെങ്കിൽ കൂട്ടർ അത് എടുത്ത് കാട്ടുമായിരുന്നുവല്ലോ. ഈ ഉപമാവാദം സത്യവിശ്വാസിയായ ഒരാൾക്കും സ്വീകാര്യമല്ല തന്നെ.
യഥാർത്ഥത്തിൽ ഈ ഉപമാവാദം പുറപ്പെടുവിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ വേറെ ചിലതാണ്. അപ്പൊ ഒരിക്കലും ഈ ഉപമാവാദം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇതൊരു സംഭവമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന സംഭവമാണ്. അള്ളാഹു മലക്കുകളോട് സംഭാഷണം നടത്തുന്നു, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം അവരോട് മലക്കുകൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി മനുഷ്യന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുന്നു മലക്കുകളോട്. അത് ഇബ്ലീസ് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇബ്ലീസ് മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അള്ളാഹു മനുഷ്യനോട് ഒരു മരത്തെ സമീപിക്കരുതെന്ന് പറയുന്നു. പക്ഷേ ആ മരത്തെ മനുഷ്യൻ പിശാചിന്റെ പ്രേരണക്ക് വശംവദനായി സമീപിക്കുന്നു. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഭൂമിയിലേക്ക് മനുഷ്യനോട് ഇറങ്ങിപ്പോകുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ഇതൊരു സംഭവമാണ്, ഇതൊരു കഥയല്ല, ഇത് ഏതെങ്കിലും ഒരു ഉപമയുമല്ല, മറിച്ച് സത്യമായും സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ള നിലക്ക് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ വേറെയാണ് എന്നാണ് അമാനി മൗലവി പറയുന്നത്. ആ കാരണങ്ങൾ എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തുറന്നു പറയുന്നു, ഇബ്ലീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വസ്തുവൊന്നുമല്ല. ഒരു തരം ചീത്ത സ്വഭാവത്തെ അല്ലെങ്കിൽ ദുഷിച്ച പ്രകൃതിയെ ഉദ്ദേശിച്ചാണ് ജിന്ന്, പിശാജ്, ശൈത്താനുമെല്ലാം മനുഷ്യരിൽ തന്നെയുള്ള ചില പ്രത്യേക വിഭാഗക്കാരാണ്, അഥവാ നമ്മുടെ ദൃഷ്ടിക്ക് അതീതമായ സൃഷ്ടികളൊന്നുമല്ല എന്നിങ്ങനെയുള്ള ഇവരുടെ ചില പുത്തൻ വിശ്വാസങ്ങളിൽ നിന്നും നവീനവാദങ്ങളിൽ നിന്നുമാണ് വാസ്തവത്തിൽ ഇത്തരം പ്രസ്താവനകൾ പുറത്തു വരുന്നത്. ഇതുപോലെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്നതും മുസ്ലിങ്ങൾ പൊതുവിൽ വിശ്വസിച്ച് സ്വീകരിച്ചു വരുന്നതുമായ മറ്റു പല കാര്യത്തിലും ഇവർക്ക് പുത്തൻ അഭിപ്രായങ്ങൾ കാണാം. എന്നിരിക്കെ പലപ്പോഴും ഇമ്മാതിരി വ്യാഖ്യാനങ്ങളെ ശരണം പ്രാപിക്കുകയല്ലാതെ ഇവർക്ക് നിവൃത്തിയില്ലല്ലോ. ഇബ്ലീസ്, ജിന്ന്, പിശാജ് മുതലാവയെപ്പറ്റി സൂറത്ത് ഹിജ്റിന്റെ അവസാനത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനക്കുറിപ്പിൽ വിവരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ യഥാർത്ഥ സത്യങ്ങളിൽ വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഒരു ജിന്നില്ല, ഒരു പിശാചില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊക്കെ മനുഷ്യരിൽ തന്നെയുള്ള ചില പ്രത്യേക വിഭാഗക്കാരെ സംബന്ധിച്ച് ചില ഉദാഹരണങ്ങളിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ദൃഷ്ടിക്ക് അതീതമായ സൃഷ്ടികളൊന്നുമല്ല ഇവയൊന്നും, മറിച്ച് അതൊക്കെ നമ്മൾക്കിടയിലുള്ള മനുഷ്യരിൽ തന്നെയുള്ള അപരിഷ്കൃതരായ ചിലരെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രയോഗിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമായി നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ അതിനെ സംഭവങ്ങളായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത് സംഭവമല്ല, ചില ഉപമകളാകുന്നു എന്ന് അല്ലാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ ഉപമകളായി നമുക്ക് കാണാം. പക്ഷേ സംഭവങ്ങളായി വഇദ് ഖാല റബ്ബുക എന്ന് പറഞ്ഞാൽ നിന്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം, അതിനെ സ്മരിക്കുക, അതിനെ ഓർക്കുക. വഇദ് ഖുൽനാ ലിൽ മലായികതി വഇദ് ഖുൽനാ നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സന്ദർഭം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അതിൽ യാതൊരു ഏതെങ്കിലും തരത്തിലുള്ള ഊഹമോ സങ്കല്പമോ ഉപമയോ ഒന്നും തന്നെയില്ല, മറിച്ച് അത് സംഭവ്യമായ യാഥാർത്ഥ്യങ്ങളാകുന്നു എന്ന കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നതിനെ അമാനി മൗലവി ഒരു നല്ല വ്യാഖ്യാന കുറിപ്പ് നൽകിക്കൊണ്ട് അത് സമർത്ഥിക്കുകയാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നിഷേധ പ്രവണതകളെ എടുത്തുകാട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ പാടില്ല എന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പ്രവാചകനിലൂടെ സലഫുകളിലൂടെ മനസ്സിലാക്കി വന്നിട്ടുള്ള വിശ്വാസികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പുത്തൻ ചിന്താഗതികളിലേക്ക്, നൂതനവാദങ്ങളിലേക്ക് കടന്നു ചെല്ലരുതെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഒന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم
يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون بصدق يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوفكم وأوفوا بعهدكم وفربون وآمنوا بما أنزل لما معكم ولا تكونوا أول كافر به ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ربهم وأنهم إليه راجعون. സൂറത്തുൽ ബഖറയിലെ 40 മുതൽ 46 വരെയുള്ള ആയത്തുകളാണ് നാം ഇവിടെ ഓതിക്കേട്ടത്. ആദം നബിയുടെയും
ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഭൂമിയിലേക്കുള്ള ആഗമനത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചതിന് ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബനു ഇസ്രായേൽ വിഭാഗത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ബനു ഇസ്രായേൽ വിഭാഗത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും അവരിലൂടെ സംഭവിച്ച ഒരുപാട് സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആദ്യ ആയത്തുകളാണ് നാം ഇവിടെ ഓതി കേട്ടത്. ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ആയത്ത്, അതിലടങ്ങിയ നിങ്ങൾ പഠിച്ചതിന് ശേഷം അവസാനം യാ ബനി إسرائيل اذكروا نعمتي التي على بني اذكروا نعمتي التي أنعمت عليكم يا بني إسرائيل ഒരു അലിഫിന്റെ ദീർഘം അവിടെ കാണുന്നില്ല. ആവശ്യമാണ്. യാ ബനി യാനി ബനി ഇസ്രാഈല, അതായത് ബനി എന്ന ശേഷം അവിടെ ആ മദ്ദിനു ശേഷം ഹംസയുള്ളത് കൊണ്ട് അവിടെ 3-4 ഹർക്കത്തിന്റെ ദൈർഘ്യത്തിൽ അതിന് ദീർഘിപ്പിച്ചുകൊണ്ട് ഓതേണ്ടതുണ്ട്. അതിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്, അല്ലെ? യാ ബനി ഇസ്രാഈല ഇസ്രാഈല, അവിടെ മദ് ഒരേ അക്ഷരത്തിൽ ഇസ്രാഈൽ എന്ന ആ പദത്തിൽ തന്നെ ഒരേ പദത്തിൽ തന്നെയാണ് ദീർഘവും അതുപോലെ ഹംസയും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചേർന്ന് വന്ന മദ്ദാകുന്നു അത്. അപ്പൊ അത് 6 ഹർക്കത്ത് വരെ ദീർഘിപ്പിച്ചോതേണ്ടതുണ്ട്. അപ്പൊ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ദൈർഘ്യം രണ്ടാമത്തേതിന് നൽകേണ്ടതുണ്ട് എന്നർത്ഥം. യാ ബനി ഇസ്രാഈല അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു യാ ബനി ഇസ്രാഈല, അവിടെ നിഅമതി അല്ലതി നിഅമതി അല്ലതി നിഅമതി അല്ലതി نعمتي التي أنعمت عليكم التي أنعمت عليكم, അവിടെയും വീണ്ടും മദ് മുൻഫസിലാണ് കാണുന്നത്, അല്ലെ? അപ്പോ ആ സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ മണിക്കുക, കൂടുതൽ ദീർഘിപ്പിച്ച് ഓതുക. നിഅമതി അല്ലതി അൻഅംതു അൻഅംതു, അവിടെ സുക്കൂനായ നൂനുണ്ട്. സുക്കൂനായ നൂനിന് ശേഷം ഹൈനാണ്, അവിടെ മണിക്കാൻ പാടില്ല. മറിച്ച് ഇൽഹാറിന്റെ നിയമമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് അവിടെ അൻ അൻ അൻതു മണിക്കാതെ അൻ എന്ന് മണിക്കാൻ പാടില്ല. അൻഅംതു അലൈക്കും അൻഅംതു അലൈക്കും വഔഫു أنعمت عليكم وأوفوا بعهدي أوف بعهدكم وأوفوا بعهدي أوف بعهدكم. വീണ്ടും മദ് മുൻഫസിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? وأوفوا بعهدي أوف بعهدكم وإياي فارهبون وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم وآمنوا بما أنزلت وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا
وآمنوا بما أنزلت مصدقا لما معكم وآمنوا أولا همزة صدقا وآمنوا بما أنزلت بما أنزلت വീണ്ടും മദ് മുൻഫസിലാണ് കാണുന്നത് അല്ലേ ബിമാ അൻസൽതു മാ എന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പദത്തിലായിട്ടാണ് ഹംസ വരുന്നത് അതുകൊണ്ട് അത് മദ് മുൻഫസിലാണ് ബിമാ അൻസൽതു അവിടെ നേരത്തെ അൻഅംതു എന്ന് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ അൻസൽതു പക്ഷേ അതിലുള്ള വ്യത്യാസം ഒന്ന് ഇൽഹാറാണ് അൻസൽതു എന്ന് പറയുമ്പോൾ അവിടെ സുക്കൂനായ നൂനിന് ശേഷം ഏതക്ഷരമാണ് വന്നിട്ടുള്ളത് സ ആണ് അപ്പോൾ തീർച്ചയായും അവിടെ മണിക്കേണ്ടതുണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് നൂനിനെ മറച്ചു പിടിച്ചുകൊണ്ട് മണിക്കേണ്ടതുണ്ട് അൻസൽതു നിങ്ങൾ അതിൽ എഴുത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നേരത്തെ അൻഅംതു മുസ്ഹഫിൽ നോക്കിയാൽ കാണാം അൻഅംതു എന്നുള്ള സുക്കൂനായ നൂനിന് മുകളിൽ ഒരു സുക്കൂനിന്റെ അടയാളം നമുക്ക് കാണാം പക്ഷേ അൻസൽതു എന്ന് എഴുതിയപ്പോൾ സുക്കൂനായ നൂനിന് മുകളിലുള്ള ആ സുക്കൂനിനെ നമുക്കവിടെ കാണുന്നില്ല മറിച്ച് അവിടെ അൻ എന്ന ഉച്ചാരണമല്ല വേണ്ടത് അൻസൽതു എന്നാണ് വേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ആ സുക്കൂനിനെ അവിടുന്ന് എടുത്ത് കളഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ എങ്ങനെയാണ് അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും ഇഖ്ഫാന്റെ നിയമമാണ് أنزلت مصدقا لما معكم مصدقا അതിനു ശേഷം തൻവീന മുസദ്ദിഖൻ എന്ന തൻവീനിന് ശേഷം ലാമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ മുസദ്ദിഖൻ ലിമാ മഅകും മുസദ്ദിഖൻ ലിമാ അവിടെ മുസദ്ദിഖൻ എന്ന ആ തൻവീനിന്റെ ആ ഉച്ചാരണത്തെ ലാമിലേക്ക് ചേർക്കുക എന്നിട്ട് മണിക്കാതെ ഓതുക മണിക്കാൻ പാടില്ല ഇദ്ഗാം ബി ലാ ഗുന്ന മണിക്കാതെ എന്ത് ചെയ്യുക അതിനെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുക അപ്പോൾ മുസദ്ദിഖൻ ലിമാ അവിടെ നൂനിന്റെ ഉച്ചാരണം വരില്ല തൻവീന്റെ ഉച്ചാരണം ഇങ്ങോട്ട് വരില്ല മുസദ്ദിഖൻ ലിമാ മഅകും ولا تكونوا أول كافر به ولا تكونوا أول كافر به ولا تكونوا أول كافر به ولا تكونوا അവിടെ മദ് മുൻഫസിലാണ് അല്ലേ ولا تكونوا أول كافر به അവിടെ അവ്വല വാവിന് ശദ്ദാണ് അപ്പോ അവ്വല കാഫിരിൻ ബിഹി കാഫിരിൻ എന്ന് കഴിഞ്ഞതിന് ശേഷം ബിഹി എന്നാണ് പക്ഷേ തൻവീനിന് ശേഷം ബാ എന്ന അക്ഷരം വരുമ്പോൾ അവിടെ എഴുത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാഫിരിൻ എന്നതിന് പകരം കാഫിറിം എന്നാണ് ഉച്ചരിക്കുക കാഫിറിം അതിനാണ് അടിയിലൊരു മീം കൊടുത്തത് മുസ്ഹഫിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തജ്വീദ് നിയമങ്ങൾ കൃത്യമായി അതിന്റെ ഓരോന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഖുർആനിലെ അല്ലെങ്കിൽ മുസ്ഹഫിലെ അക്ഷരങ്ങളിലൂടെ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അവ്വല കാഫിരിൻ ബിഹി അവിടെ കാഫിരിൻ എന്നതിനെ ശേഷം ബ ആണ് അക്ഷരമെങ്കിൽ അതിനെ കാഫിരിം എന്ന് ഉച്ചരിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതുണ്ട് അതിനാണ് ഇഖ്ലാബ് എന്ന് പറയും ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മാറ്റി മറിക്കുക ഇവിടെ തൻവീൻ പിന്നെ നൂന് എന്ന ഉച്ചാരണത്തെ മാറ്റിമറിച്ച് മീമാക്കി ഉച്ചരിച്ചു അപ്പോൾ അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത് മാറ്റിമറിക്കൽ അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല ثمنا قليلا അവിടെ തൻവീനിന് ശേഷം ഖാഫ് എന്ന അക്ഷരമാണ് അല്ലേ ഖാഫാണ് അപ്പോൾ ثمنا قليلا ഇഖ്ഫാന്റെ നിയമം തന്നെയാണ് നേരത്തെ പറഞ്ഞ ثمنا قليلا وإياي فاتقون
ഖലീലൻ വ ഖലീലൻ വ. അവിടെ തൻവീനു ശേഷം വ എന്ന അക്ഷരമാണ്. അവിടെ നേരത്തെ പറഞ്ഞ മുസദ്ദിഖല്ലിമ എന്ന് പറഞ്ഞതുപോലെ ഖലീലൻ വ എന്നാണ് വരുന്നത്. പക്ഷെ വ്യത്യാസം എന്താണ്? മുസദ്ദിഖല്ലിമ എന്ന് പറയുമ്പോൾ അവിടെ തൻവീനിനെ ലാമിലേക്ക് ചേർക്കുമ്പോൾ മണിക്കാൻ പാടില്ല. ഇവിടെ പിന്നെ തൻവീനിനെ വാവിലേക്ക് ചേർക്കുമ്പോൾ മണിക്കണം. അതാണ് വ്യത്യാസം. അപ്പോൾ ഖലീലൻ വ ഇയ്യായ ഫത്തഖൂൻ وإياي فاتقون ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ഒന്നുകൂടി ആ രണ്ടായത്തുകൾ നോക്കുക. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വിശുദ്ധ ഖുർആൻ നല്ല രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനിലടങ്ങിയ ആശയങ്ങളെ അത് ജീവിതത്തിന്റെ ഒരു പ്രകാശമായി സ്വീകരിക്കുവാനും ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമുക്ക് മാർഗദർശനമായി തീരുവാനും ഖുർആൻ നമുക്ക് അനുഗ്രഹമായി മാറുവാനും അള്ളാഹുവിനോട് നാം ദുആ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഖുർആൻ എല്ലാ നിലക്കും മാർഗദർശിയാകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.